ദീപുല്ലേ? ചേട്ടാ, ഉല്ലാസേട്ടാ വന്നിട്ടുണ്ട്. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇരിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. എന്താണ് വിശേഷം? അളിയാ, ഞാൻ വന്നത് എന്ന് വിചാരിക്കരുത്. കുറച്ചൊരു എമർജൻസി കേസ് വന്നടാ. രണ്ട് രൂപ മറിക്കാനുണ്ടാവും. അളിയ 2 ലക്ഷം രൂപയാണ്. എടാ, പൈസ ഉണ്ടായിരുന്നു, പക്ഷെ പൈസ വേറൊരാൾക്ക് കൊടുത്തു. ഇന്ന് രാവിലെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു 2 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ അത് ഞാൻ കുറച്ച് പൈസ അറേഞ്ച് ചെയ്താണ് കൊടുത്തത്. ഇപ്പോഴ് 2 ലക്ഷം രൂപ. അളിയാ, അത്രക്ക് അർജൻറ്റ് ആവിടെ നിനക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നല്ല. പ്ലീസ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്താടാ. എടാ, നിന്നെ സഹായിക്കണമെന്നുണ്ട്. എൻ്റെ ക്യാഷ് ഇല്ലടാ, സത്യം. ഞാൻ കുറച്ച് പേർക്ക് പൈസ കൊടുത്തു. അങ്ങനെ നീ വേറെ ഒന്നും അറേഞ്ച് ചെയ്ത് നോക്കളി. അളിയാ, അങ്ങനെ പറയലടാ, പ്ലീസ് എടാ. എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്തടാ. അർജൻറ്റ് ആയതുകൊണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷേ അത്രക്ക് എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടോ പ്ലീസ്. അളിയ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എൻ്റെ ഇല്ല. ഞാൻ ഉണ്ടേ തന്നേനെ. ശരിയല്ലേ, നമുക്ക് കാണാം. ഞാൻ ഒരു അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കും, പിന്നെ കാണണേ. എടാ, അപ്പോൾ ശരിയല്ലേ, എൻ്റെ ഇല്ലാത്തതുകൊണ്ടാ പറഞ്ഞേ. നീ പെട്ടെന്ന് റെഡി ആക്കിയേ, പോവാം. ചേട്ടാ, വെള്ളം കുടിച്ചിട്ട് പോ. ഉല്ലാസേട്ടൻ എന്തിനാ വന്ന? എടി, ആ വന്നു 2 ലക്ഷം രൂപയ്ക്ക്. ഞാൻ കൊടുത്തില്ല, തലവേദന കേസാവുന്നേ. പാവം ചേട്ടാ, നല്ലോണം വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കില്ലേ, എന്തെങ്കിലും കൊടുക്കായിരുന്നു. കെഞ്ചുന്നുണ്ടായിരുന്നല്ലോ ഒരു പട്ടീനെ പോലെ. അല്ല, ആ പറഞ്ഞ ശരിയാ. ഞാൻ ഒരുപാട് കെഞ്ചുന്നുണ്ട് ഒരു പട്ടിയെ പോലെ. നിനക്കറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇതുപോലെ എന്നെ ക്യാഷ് വാങ്ങിയിട്ട് അവർ തിരിച്ച് തരാറില്ല. ലാസ്റ്റ് ഞാൻ അവരെ മുന്നിൽ ചെന്ന് എപ്പോഴും ഒരു പട്ടിയെ പോലെ കെഞ്ചേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, അവരായിട്ട് ഒരുപാട് പ്രശ്നം പിണങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് എന്നെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്നത്. അവരെ ഞാൻ അപ്പോൾ സഹായിച്ചത്. ഞാനും അത്ര വലിയ പണക്കാരനൊന്നുമല്ല ഈ എല്ലാവർക്കും ഞാൻ പൈസ കൊടുക്കാനായിട്ട്. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം പൈസ ഉണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഉണ്ടെന്നല്ല, ഉണ്ട്. ഇന്ന് ഞാനിപ്പോൾ അവന് കൊടുക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ വീട്ടിൽ വന്നിട്ടുള്ളൂ. അവൻ ഈ പൈസ വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ അവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ലാസ്റ്റ് ഞാൻ അവൻ്റെ വീട്ടിൽ ഒരു പട്ടിയെ പോലെ കെഞ്ചേണ്ട അവസ്ഥയാണ് വരുന്നത്. നമ്മൾ എന്തിനാ കടിക്കുന്ന പട്ടി വീട്ടിൽ വാങ്ങി കിട്ടുന്നത്? ആ പറഞ്ഞത് ശരിയാ. എന്തിനാ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സ്പോയിൽ ചെയ്യുന്നല്ലേ.